பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. ആകെ ഒരു 4 പേർക്ക് എന്തോ ബഗ് ഉള്ളൂ തോന്നുന്നു അല്ലേ? അവര് 4 പേർക്കേ ബഗ്ഗായിട്ടുള്ളൂ. എല്ലാരും ഇറങ്ങുന്നുണ്ട്. ഇല്ല, അഞ്ചാമത്തെ ആള് ESP യോറിച്ച്. അഞ്ചാമത്തെ ആളാ. പാരഷൂട്ടിന്ന് വീണ് എത്താം. ലാൻഡിങ് വരാണ്ട് ലാൻഡ് ചെയ്ത് താഴെ വീണ് മരിക്കുന്നുണ്ട്. മീറ്റിംഗിൽ വേറെ ആരും വന്നില്ല, ഓരോ മാത്രം. പ്രസന്റിലൊക്കെ ആൾക്കാർ ഇറങ്ങിട്ടോ. അല്ല, വെയിറ്റിംഗ് നോക്കി ഇരിക്കണ്ട. നമ്മൾ ഇതിനകത്ത് വീണ ആൾക്കാർ, മരിച്ച ആൾക്കാരെല്ലാം റെസ്റ്റ് അടിച്ചു വിടും. പ്രസിഡന്റിൽ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇതിന്റെ പുറത്ത് വരും? ഇത് പുറത്ത് ലോക്കഡല്ല, തുറന്നെടുക്കാം. ഓപ്പൺ ചെയ്ത് ഈ സീംസ് ആണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചായിരുന്നു. ഞാൻ ഇത് മേലത്തെ ഇത് ഓണാക്കിണ്ട്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതിന് മേലെ എന്തോ ഉണ്ടല്ലോ. അതിന്റെ മേളിൽ എന്തോ ഊമ്പിക്കോന്നെന്തോ എഴുതിയേക്കുന്നത്. യും മാത്രം. ആരാ ടെസ്റ്റ് മെസ്സേജ് ഇട്ടത്? മറ്റേത് ഓണാക്കിണ്ട്. ഇമ്പോർട്ടന്റ് നോട്ടീസ് എന്നാണ് മുകളില്. ഇത് കുഴപ്പമില്ല, രണ്ടും ഓണാക്കിടല്ലേ, അപ്പൊ നിങ്ങൾക്ക് പ്ലേയേഴ്സിനെ കാണാൻ പറ്റും. ഇത് കൊള്ളാം. ബെസ്റ്റ് സോണ്. ഇവിടെ ഒരു ടീമുണ്ട്. എടാ, സോൺ ഡാമേജ് ഉണ്ട്, നിങ്ങക്ക് മനസ്സിലായില്ലേ? ഈ സോണിൽ നല്ല ഡാമേജ് ഉള്ള റെഡ് സോൺ ഇല്ലേ, അത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഡാമേജ് വരുന്നത്. മനസ്സിലായി? ആ റെഡ് സോൺ വന്ന് ഹിറ്റ് ചെയ്യണം, എന്നാലാണ് ഡാമേജ് വരുന്നത്. ബ്ലൂ മറ്റേ അടുത്ത സോണിലേക്കുള്ള ഷിഫ്റ്റ് കാണിക്കുന്നതാണ്. അങ്ങോട്ടാണ് അടുത്ത സോൺ എന്നുള്ള ഷിഫ്റ്റ് ആണ് ബ്ലൂ സോൺ. എല്ലാരും അനങ്ങായിക്കണേ എന്തോ അറേഞ്ച് അവിടെ അടിച്ചിട്ടുണ്ട്. ഓജിയുടെ അടുത്തേക്ക് ഇപ്പൊ TP ആവും. ചെറിയൊരു ഡിലേ ആണേ. മാപ്പ് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയടാ? ഇല്ല 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 ഇല്ലല്ലോ, അതൊന്നുമില്ലല്ലോ. ICയിൽ ഒരാൾ വീണ് ചത്തായിരുന്നു. യൊറീച്ചി ആണോ? ESP പ്ലെയർ ആട്ടാ, ടോക്കിയോ ലൂമി. പയ്യണ്ടായി മാറ്റിട്ടില്ലല്ലേ? ഇല്ല ഇല്ല. CSK എല്ലാവരും ഒരുമിച്ച് വിടാം. നാളെ നമുക്ക് കറക്റ്റുള്ള പേരൊക്കെ നോക്കിട്ട് നേരത്തെ അടിച്ചത് ഇപ്പഴാ വന്നേ. ഓൾഡ് AK മാത്രമല്ലടാ, അട്ടപ്പടി പേരെന്തരായിരുന്നു, മറ്റത്ത് പേരെന്തരായിരുന്നു? VPD, മംഗലശ്ശേരി, പിന്നെ AK. അങ്ങനെ 3 ടീം ചേർന്നിട്ടാണ് ഈസി ഇത് ടീം വരുന്നത്. VPD, മംഗലശ്ശേരി, പിന്നെ AK. ഗോകുവിനെ കൂടി വിളിക്കാം. വാറ്റിന് ആരെങ്കിലും ട്രാക്ക് ചെയ്യോ ഇങ്ങോട്ട്? ആണല്ലോ. ഓക്കെ. ടെസ്റ്ററാ. രണ്ട് ടീം ഒരുമിച്ച് ഈ ഏരിയയിലുണ്ട്. മാസും മാസും പിന്നെ BVQ. ഞാൻ മറ്റേത് ഓഫ് ആക്കണ TXന്റെ രണ്ടും കൂടി കാണിക്കുമ്പോ മറ്റേത് ഓഫ് ആക്കിക്കോ. രണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഓഫ് ആക്കിയിട്ട് മറ്റേത് മാത്രമായിട്ട് ഓൺ ആക്കാം നമുക്ക്. അത് നല്ലത്.
അവരോട് ഫൈം ടാഗും കറക്റ്റ് ആയിട്ട് ഇടണം എന്ന് പറയണം, ഇല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മള് നാളെ അടുത്ത അത് ദിവസം മറ്റേ start ചെയ്യും. ഡിസ്കോഡ് നെയിം വെച്ച് സെർവർ കയറാൻ പറ്റിയവർ അങ്ങനെ ആക്കി. മറ്റേ ഫെച്ച് ആക്കിയാൽ മതി. പുഷ് ചെയ്യുന്നുണ്ടല്ലോ മാസ്. സൂക്ഷിച്ച് ചെയ്ത് കയറുന്നുണ്ട്. മാസം കണ്ട് push ചെയ്ത് കയറുന്നത്. ഓക്കെ. മാസും ഏതാ മറ്റേതാ ടീം? BVK BBQ. ക്വാളിറ്റി ഒക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓ മാസം അടിക്കുന്നു. അല്ല BVK അടിക്കുന്നുണ്ട്. ബീറ്റ് അടിക്കുന്നുണ്ട്. എനിക്കൊന്ന് എന്താ കുറച്ച് ബാക്ക് പറഞ്ഞാണ് ഓടുന്നത്. ഇതൊക്കെ പേര് കാണുന്നത് ഗൈസ്. പേരിന്റെ ഫിക്സ് ചെയ്യാൻ ഗൈസ്. നാളെ നമ്മൾ TX തന്നെ ആക്കിക്കോളാം പേര്. ഓ BVQ വേഴ്സസ് മാസ്. എനിക്ക് തോന്നുന്നു ഫൈറ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് വലിയ ലാഗ് ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മേലെ കയറിയിട്ടുണ്ട്. BVQ 4 വേഴ്സസ് പേര് മാസ്. മേലെയുണ്ട്. ഇത് മുളോട്ടോ ഇട്ടു. ഓ Fish. മാസ് റൈറ്റ് ആംഗിൾ പുഷ് ചെയ്ത് വന്നോണ്ടിരിക്കാണ്. ഓ ഓടിച്ചിട്ടടി ഓടി. ഓ നല്ല ടാഗ്. അവന് നോക്കാവും. ഓ രണ്ടുപേരെ നോക്കി അവിടെ. BVK ഫ്ലോക്കിയും BVK റോളക്സും. ഓ 4 പേരെ നോക്ക്. ഉള്ളൊപ്പി അടുത്ത നോക്കട്ടു. ഉള്ളോപ്പി അടുത്ത നോക്ക്. നോയിലൊക്കെ ഇനി ഒരാളോ രണ്ടുപേരും കൂടി ഉള്ളൂ. ഓ മാസിൽ ഒരാള് പോലും വീണില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരാളെ മാസ് അൺബാൻ. അൺബാൻ വേണല്ലേ? ഓ 2 പേര് മാത്രം ബാക്കി. ബുള്ളോപ്പി അടുത്തൊരു പിക്ക്. ഓ മാസോടെ വായ്പാക്കി BVQനെ. പക്ഷെ വിഷയം മറ്റേ കളി. നോക്കായിരുന്നു, അത് റിവ്യൂ ചെയ്തു. റിവ്യൂ ചെയ്ത്. ഓക്കെ. റിവിങ് ടൈം വിഷയം കളി മാസ്. കാഷ്വാലിറ്റി ഒന്നും ഇല്ല. ഫുൾ ടൈം ഒരു നോക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് റിവൈവ് ആയി. ബാക്ക് ടു 10 മെമ്പേഴ്സ്. ഒരു ടീം അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആയി. BVQ എലിമിനേറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ടോട്ടൽ 69 70 പേരുണ്ടായിരുന്നു. ഓ അവിടെ EC വേഴ്സസ് CSK. ഓ രണ്ടുപേരും എടുത്തിട്ടുണ്ട്. രണ്ടുപേരെ ക്വാർട്ടർ ഒരു പിക്ക് എടുത്തു അവിടെ. ഓ CSK തിരിച്ചവിടെ EC കാട സിം ഇതാക്കിയിട്ടുണ്ട്. ഇത് എവിടെയാ നോക്കിയടാ? ഈ ക്യാമറ പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല, അത് ഡിലേ ഉണ്ട്. CSK അവിടെ അവസാനം എയർഫീൽഡിലല്ലായിരുന്നോ? എയർഫീൽഡ് ഈ ഏരിയയിലായിരുന്നു. ഇവിടെ വന്നു. EC വേഴ്സസ് CSK. EC കിസ് അവിടെ ഒരു നോക്കും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ഈ കളർ ഒട്ടും കാണത്തില്ലടാ. അവര് പറയണ ശരിയാ. EC വീണ്ടും EC 3 CSK തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. വോൾട്ടിൻ അടുത്തൊരു നോക്കിട്ടിരിക്കുന്ന അവിടെ. വോൾട്ടിൻ റെഡ് ആണല്ലേ EC അല്ലേ? അല്ല CSK റെഡ്. പർപ്പിൾ CSK ആണ് റെഡ്. CSK ഒരു പ്ലെയറും കൂടെ ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ഒറ്റ പ്ലെയറുടെ ഉള്ളു. ബാറ്റ്മാൻ മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. ബാക്കി രണ്ടുപേരാള് നോക്കാണോ? പോച്ചക്കിടയിൽ ഇരുന്ന് അടിക്കാനുള്ള പരിപാടി കഴിഞ്ഞു. വൈഫൈ നോക്കാം. ഒരുത്തിനുണ്ട്. ഈ പോച്ചക്കകത്ത് ഒരുത്തിനുണ്ട്. തീയത്തി ഓർഡർ. അടികൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഓക്കെ വൈപ്പായി. എനിക്ക് തോന്നുന്നു ഇവര് കാഷ്വാലിറ്റി ആയിട്ടുണ്ടോ? ഇല്ല EC എല്ലാരും ഉണ്ടോ? 10 പേരുണ്ട്. 10 പേരുണ്ട് അവര്. എനിക്ക് തോന്നുന്നേ ഇത് ഡിലേ കുറച്ച് ഫിക്സ് ആയെന്ന് തോന്നുന്നു കേട്ടോ. 8 ടീം വെച്ച് കളിക്കുമ്പോ പറ്റി കുഴപ്പമില്ല അല്ലേ? കഴിഞ്ഞ വട്ടം 11 ടീം ആയോണ്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ക്ലാരിറ്റി ഇല്ലടാ. അതല്ലടാ, നമ്മളെ ഒരു സാധനം കണ്ടു വന്നിട്ട് ഫൈറ്റിൽ എനിക്ക് ഈ ഒരു കളർ കുറച്ച് ഇതായിട്ട് തോന്നുന്നു. നമുക്ക് മറ്റേതാണെന്ന് തോന്നുന്നു നല്ലത്. അതായത് കളർ എന്ന് പറയുമ്പോൾ ടീമിന്റെ രാത്രി ഇവിടെ 1 മണിക്ക് ടെസ്റ്റ് സ്ട്രീം ഇരുന്ന് സമാധാനത്തോടു കൂടി കാണുന്ന 3277 പേർക്ക് സത്യം പറഞ്ഞ വാംലി വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. സത്യം പറയാലോ, ഈ ടെസ്റ്റ് സ്ട്രീമിൽ നിങ്ങൾ കാണുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, ഹെൽത്തി ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് പറയുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഈ ടെസ്റ്റ് ആയതുകൊണ്ട് ഇത് ഓണാക്കി ഇടണ ബ്രോ?
നമ്മൾ പേരെങ്കിലും കാണിക്കാൻ ആ പറ്റും, ഓക്കെ ഓക്കെ. കാണാൻ പറ്റും. ഈ സാധനം ഓഫ് ചെയ്യാൻ പെട്ടെന്ന് പടയെന്ന് അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? ഈ റെഡ് ഇല്ല, അത് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റത്തില്ല. അത് അത് സ്ക്രിപ്റ്റ് Script അല്ലേ? ബേസിലുള്ളതാണ്. അത് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് ആയതുള്ള NM93 ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച് വിൻസലോട്ട്. മാസ് വേഴ്സസ് SSB കാണാൻ പറ്റുമോ ഇപ്പം? മേ ബി. മാസ്റ്റേഴ്സ് SSB കാണാൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും അടിക്കുന്നുട്ടാണ്. നാളെ മാച്ചപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റിൽ ഇപ്പൊ എല്ലാം മര്യാദക്ക് പോവാണെങ്കിൽ ബ്രോ നാളെ 9:30 ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ആയിരിക്കും. എടാ നമുക്ക് ഫോർമാറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണല്ലോടാ. അത് സെറ്റ് ആക്കാം. അതിപ്പോ തന്നെ സെറ്റ് ആക്കാം. അപ്പൊ ഇത് 8 ടീം ആക്കാനാണോ ഈഗിൾ ബ്രോ? ആ അല്ല, 8 ടീം ഒരു ഇതില് ഗ്രൂപ്പില്. ഇനി വീണ്ടും ടീമിനെ സെലക്ട് ചെയ്യണമല്ലോ. അപ്പൊ ഒരു ഡേയും കൂടെ എക്സ്ട്രാ വരുമല്ലോ മിക്കവാറും. നോക്കണം. ഇപ്പൊ മറ്റേ ഇഷ്യൂസ് നിഞ്ചന്റെ അടുത്തും കൂടി ചോദിച്ചിട്ട് എന്തെങ്കിലും ഇതില് പ്ലെയർ ഇത് കഴിഞ്ഞിട്ട് പ്ലേയേഴ്സിനോട് ചോദിക്കാൻ നമുക്ക് മറ്റേ ഫയറിങ്ങിന്റെ എന്തെങ്കിലും ഇഷ്യൂ, റീലോഡിങ്ങിന്റെ ഇഷ്യൂ എന്തെങ്കിലും. ഇത് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കളറിന്റെ സാധനവും മറ്റേതെല്ലാം കൂടി പോകുമ്പോ കുറച്ചും കൂടി കിട്ടത്തില്ലേ? ഈ മറ്റേ ഇതിന്റെ ഇത് പോയി കഴിഞ്ഞാൽ ഏകദേശം കിട്ടും. നമ്മുടെ സ്പെക്കിന്റെ അല്ലേ? പ്ലെയർ ബ്ലിപ്പ്. അതും ആവശ്യമില്ലാതെ വേറെ എന്തിനാണുള്ള മാത്രല്ല അത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കണ്ടാ. കണ്ടോ ഇത്രയും ഡിസ്റ്റൻസ്? അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഭയങ്കര അനോയിങ്. പക്ഷെ വലിയ പേര് എഴുതി കാണിക്കണ കണക്കല്ലേ മൊത്തത്തിൽ. ഇതില് വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചാറ്റിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 10 ടീം 8 പ്ലേയേഴ്സ്, 4 പേര് സബ്. ശരിയാ, അങ്ങനെ അങ്ങനെ അതൊരു നല്ലൊരു ഓപ്ഷൻ. അത് നല്ലൊരു ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഇത് മാറ്റണ്ട. അത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഇപ്പൊ കറന്റ് നോട്ട് ചെയ്ത ഇഷ്യൂ എന്തൊക്കെയാണ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഇത് മറ്റേ നെയിമിന്റെ മാത്രമേ വേറെ ഒന്നും ഇല്ലടാ ഇപ്പൊ കറന്റ്. 3 മാച്ച് ഉണ്ട്. ആ പ്ലേയേഴ്സിനെ മാറ്റിയും തിരിച്ചും കേറ്റാം. മനസ്സിലായോ? അതെ സത്യം. എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, 10 ടീം ഉണ്ടെങ്കിൽ നല്ല കോമ്പറ്റീഷൻ വരും, അടി വരും എല്ലായിടത്തും. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ ഞാൻ ഇപ്പൊ പറയാനാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ഫോർമാറ്റ് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ആദ്യം തൊട്ട് ടീമിനെ സെലക്ട് ചെയ്യണം, ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം, എല്ലാം വീണ്ടും സെലക്ട് ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലാത്തിനും മാറ്റണം. ഒന്നേന്ന് കാണാം. ഒരു ടീമിന് 3 മാച്ച് ഇല്ലേ ഈ ഗ്രൂപ്പിൽ? എല്ലാവർക്കും കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എട്ട് പ്ലേയേഴ്സ് 10 ടീം. വണ്ടിയൊക്കെ ഉണ്ട്. സോണിവിടെ കാറില്ല, അത് വരുവാടാ. അത് SPBക്ക് റൊട്ടേറ്റ് ചെയ്ത് സോണി കാരണം നമ്മളിതെല്ലാം നോട്ട് ചെയ്തിട്ട് ഇനിയേ മാറ്റത്തുള്ളൂ. മനസ്സിലായി എന്തൊക്കെയാണ് ബഗ് എന്ന് മനസ്സിലായിട്ടെ പണിഞ്ഞോണ്ടിരിക്കുക. ഇത് OG ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ എല്ലാരും സോണിലോട്ട് കയറാൻ തുടങ്ങി. ഇതാരാ? SPBയിലെ ഒരു പ്ലെയർ. അത് മറ്റേ കെവിയുടെ ഒരാള് 2 ടാഗുകളാണ്. അമ്മായിയാണ് മുരുകൻ. ഈസി ഇവിടെ നിന്ന് നേരെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവര് സോണ്ടാത്തല്ലേ? ശരി. ഈസി നല്ലൊരു പൊസിഷൻ പിടിച്ചു ഓൾറെഡി. ലൂട്ട് ബോക്സിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാറ്റില്. സോൺ ടൈം ഫാസ്റ്റ് ആക്കുവോ? ഇപ്പൊ നമ്മളിത് കാണുന്നവർക്ക് ഓക്കെയാണ്. പക്ഷെ ഇവര് ഇവിടെ നിന്ന് ഓടി. അതെ, ഇപ്പൊ
ഇത് വണ്ടി ഇല്ലാത്ത കാരണാണ്. വണ്ടിയും കൂടി വന്നു കഴിയുമ്പോ ഭയങ്കര ലാഗ് ആയിട്ട് തോന്നുന്നത്. വണ്ടി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുത്ത് കളിക്കുന്നതും മനസ്സിലായി, അതും കൂടി കാണാൻ അയ്യോ ടൂർണമെന്റ് വരുന്ന സമയത്ത് ഇതില് സ്ലോ ആവത്തേ ഉള്ളൂ കളി. ഈഗിൾ ബ്രോ ഇതൊക്കെ SBB ഒറ്റ ഒരാള് ഇവിടെ ഒറ്റയ്ക്കുണ്ട്. ആ ഏരിയയിലേക്ക് ഈസി കയറി വന്നിട്ടുണ്ട്. അവനെ കാണുന്നില്ല കേട്ടാ പുലില്. പുല്ലില്ല. ഇത് അവര് അടിച്ചു നോക്കട്ടെ. അതോട്ടെ. ഞാൻ പറഞ്ഞട്ടെ, ലോഡ് വണ്ടി ഇല്ലാതെ ബൈഫൂട്ട് ഇവര് കളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. സോണ് ചെറുതാക്കേണ്ടി വരില്ലേ നമുക്ക്? അല്ല ഇപ്പതാ ഇങ്ങനെ സോൺ ഇപ്പൊ ഇങ്ങനെ പോകണല്ലോ. വണ്ടിയുടെ വരുമ്പോ ഇനി ലോഡ് കൂടി എന്ത് ചെയ്യും? അല്ല ഇൻ ഗെയിം വണ്ടി ആയതുകൊണ്ട് വലിയ ഇൻ ഗെയിം വണ്ടിയാണ്. ഇവിടെ അടി. ഓജി OG versus ESB. ഇവര് റൈറ്റ് കറങ്ങുന്നു, അവരും കറങ്ങുന്നു. ഒരാള് വൈഡ് നിൽക്കുന്നുണ്ട്. ഒരുമിച്ച് വന്നു. ആ വൈഡ് നിന്നവന് ഇപ്പൊ തീരും. അവിടെ കത്തി കൊണ്ട് അവൻ ഇല്ലില്ല കത്തിയില്ല. കർണൻ അവിടെ തിരിച്ചടിച്ചു. എവിടെയാണത്? അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഇല്ല രണ്ടുപേരും മോളിൽ കയറി. മണ്ടേ കയറിയത് കിടിലൻ അടി. നകുലൻ W. സോൺ വന്ന് റെഡ് സോൺ നല്ല ഡാമേജ് ഉണ്ട്. ഇവന്മാരെ നല്ല കളിച്ചു കേട്ടാ. OG 1 2 3 4 5 പേരൂടെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഉള്ളി കയറി. ഒന്നും കൊണ്ടിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര പൊക്കി വിട്ടിട്ട് കളി. Come on, let's go. You can do it. നല്ലടി അടിച്ചവനെ അവിടെ നിന്ന് കേട്ടാ. രണ്ടുപേരുടെ ഉള്ളിനി നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റേ EMS ആവാം. ഒരാളുടെ ലാസ്റ്റ് റിവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ വെളിയിൽ അടിക്കാൻ വേണ്ടി മാസം അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടാ. മാസ്റ്റർ സോനുമോൻ എടുത്തൊരു ഒരാളും കൂടി നീ എന്തെങ്കിലും കളർ എൻഹാൻസ്മെന്റ് വല്ല ഇട്ടിട്ടുണ്ടോടാ? പേരൊക്കെ നമുക്ക് വായിക്കാം. നമുക്ക് അവിടത്തെ അഡ്മിൻ സ്പെക്കിന് അത് ഓക്കെയാണ്. എന്റെ റീഷോന്റെ സെറ്റ് ആയിരുന്നു. അല്ല അത് ഇത് മതിയോ? ഇത് ഭയങ്കര ഡള്ളായി പോയതുപോലെ. ഡള്ളായി പോയി. അത് ഒരു കാര്യം ഞാൻ മറ്റേ ഇതില് ആ കളറിന്റെ അത്ര മാറ്റിയാണ് അത് ഇട്ടിട്ട് ആ മറ്റേ ടെക്നോ കളർ 2 ഇല്ലേ അത് ഓഫ് ചെയ്യും. അത് തന്നെ. ഓക്കെ ഈസി തിരിച്ചൊരു നോക്കിട്ട് കറങ്ങി വന്നു. ഈസി അടുത്തൊരു നോക്കിട്ടിട്ടുണ്ട്. മാസ് അടുത്തൊരു നോക്ക്, ഈസി അടുത്തൊരു നോക്ക്. മാസ് AK അവിടെ ഈസി ക്വാർട്ടറിനെ നോക്കിട്ടു. ഈസി കുസുംബക്കാരന് മാസ് ഡിവൈൻ അവിടെ നോക്കിട്ടിട്ടുണ്ട്. ഈസി അവിടെ മാസിനെ അടിച്ച് ഫിനിഷ് ചെയ്തു. സ്പോട്ടിൽ തേർഡ് പാർട്ടി. എന്റെ അമ്മോ, ഈസിക്കൊന്ന് ഹീൽ ചെയ്യാനുള്ള ടൈം പോലും കിട്ടിയില്ല. SBB കേറി പണിത് കളഞ്ഞ്. SBB അവിടെ ഈസിനെ എടുത്തു. അടുത്ത ഫൈറ്റ് തേർഡ് പാർട്ടി. എന്റെ പൊന്നോ,
ഇത് SBB അല്ലേ ഇത്? ഇതാണ് KB വേണം. എവിടെ ടീം ലാസ്റ്റ് എടാ ഞാൻ എടാ പ്ലേയേഴ്സിന് കിൽ ഫീഡ് വേണോടാ. ഞാൻ നോട്ട് ചെയ്തു. ഓ സ്മോക്ക് ഇട്ട് പുഷ് ചെയ്യറ അവര്. ആണാണ് SBB യുടെ ഇവിടെ ESP യുടെ ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്. ESP ഈസി അല്ലേ? ഓ അവിടെ SBB RB7 ഒരുത്തിനെ നോക്കിട്ടു. ഓ SBB അടുത്ത RB7 പ്ലെയർ തിരിച്ചു ഒരു നോക്കിട്ടു. SBB ലിയോ അടുത്ത നോക്കിട്ടു. രണ്ടുപേരെ നോക്കിട്ടു. SBB റെഡ് കത്തുന്നത് ഫിനിഷ് ആട്ടാ. ഫിനിഷ് മുട്ടടി. ഓ RB7 തിരിച്ചും നോക്ക് ഇട്ടോണ്ടിരിക്കുന്നു. സോൺ ഡാമേജ് സോണും വന്ന്. ഓക്കെ കാർലസ് സോണി വീണു. ഓ നല്ല ഡാമേജ് ഉണ്ട് കേട്ടോ സോണ്. അത് ആര് ജയിച്ചു? സ്ക്വാഡ് 2 RB7 ആണ്. RB7 ആരാ ലൈവ് ഉള്ള ഇവിടെ? RB7 അടിച്ചു. അപ്പൊ എടാ എല്ലാ പ്ലേയേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു